അപ്പോൾ ഇതേ 10 രൂപയുടെ ഒരു നൂലും ഇതുപോലൊരു സൂചി ഉണ്ടെങ്കിൽ നമുക്കും പഠിക്കാത്ത ക്രോഷ്യ. അപ്പോൾ ക്രോഷ്യ പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയിൻ പഠിക്കണം. ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അടിത്തറയാണ്, നമ്മൾ വീടിന് അടിത്തറ ഇടുന്ന പോലെ ചെറിയൊരു ഫൗണ്ടേഷൻ പോലത്തെ ഒരു സ്റ്റിച്ചാണ് ചെയിൻ. നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഇത് ചെയിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇവിടെ സിംഗിൾ ക്രോഷ്യയാണ്. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ചെയിനിലേക്ക് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് യാണൊന്ന് ചുറ്റി പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ 2 ലൂപ്പിലൂടെ യാണ് പുറത്തേക്ക് എടുക്കുമ്പോൾ അത് സിംഗിൾ ക്രോഷ്യ ആവും കേട്ടോ. ചെയിൻ്റെ ഉള്ളിലേക്ക് പോകുക, നീഡിൽ കൊണ്ടുപോകുക, യാൺ ചുറ്റി പുറത്തേക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. 10 ചെയിനിൽ 10ാമത്തെ ചെയിനിലും ചെയ്തിട്ട് ഇതുപോലൊരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെയിൻ ഇട്ട് തിരിച്ചു കൊടുക്കുക. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ആണെങ്കിൽ ഒരു ചെയിനാണ് ഇട്ട് കൊടുക്കേണ്ടത്, സ്കിപ്പ് ചെയ്യേണ്ടതും ഒരു ചെയിൻ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു ചെയിൻ പോലും വിടാതെ എല്ലാ ചെയിനിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഞാനിവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കി ഒന്ന് ചെയ്ത് നോക്കണേ.